ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വയറിംഗ് സിസ്റ്റത്തിൽ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഒബ്ജക്റ്റീവ്സ് ഇന്നത്തെ സിസ്റ്റം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മെത്തേഡ് ഓഫ് വയറിംഗ്. ഡിസ്ട്രിബ്യൂഷൻ്റെ സിസ്റ്റം അതുപോലെ വയറിങ്ങിൻ്റെ മെത്തേഡിനെ പറ്റിയാണ്. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് നോക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് ട്രെയിനിങ് ഷാൽ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ദി സിസ്റ്റം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിസ്റ്റം. നമ്മുടെ വീട്ടിലെത്തി, നമ്മുടെ KCB നമ്മുടെ വീട്ടിലേക്ക് എത്തി, വീട്ടിലെ മെയിൻ സ്വിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഓരോ സ്ഥലത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അല്ല, ഓരോ അടുക്കള, അതുപോലെ തന്നെ റൂമുകൾ, ഡൈനിങ് ഹാള്, ഇങ്ങനെ ഓരോ ഉദാഹരണത്തിന് ഒരു വീടാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഓരോ സ്ഥലത്തേക്കും. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ സിസ്റ്റം എന്തൊക്കെയാണ്. അപ്പോൾ എക്സ്പ്ലെയിൻ ദി മെത്തേഡ് ഓഫ് വയറിങ്. അങ്ങനെ ഓരോ സ്ഥലത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വയറിങ് ചെയ്യുമ്പോൾ അതിൻ്റെ മെത്തേഡുകൾ, എങ്ങനെ നമുക്ക് വയറിങ് ചെയ്യാമെന്നുള്ള മെത്തേഡുകളാണ് ഈ രണ്ടെണ്ണമാണെന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. Systems of distribution of electrical energy. There are three systems are used for distribution of electrical energy in more than one circuit. ഒരു സർക്യൂട്ടിലും കൂടുതലുണ്ടെങ്കിൽ, ഒരു സർക്യൂട്ടിലും കൂടുതൽ ഉണ്ടാവാനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഒരു സർക്യൂട്ട് രണ്ട് സർക്യൂട്ട് ആക്കണമെങ്കിൽ അതിനുള്ള എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സർക്യൂട്ടിലും കൂടുതലുള്ള ഒരു സർക്യൂട്ടിൽ നമ്മൾ എന്താണ്, ഒന്നിലേറെ സർക്യൂട്ടിലുള്ള ഒരു ഇലക്ട്രിക്കൽ എനർജി ഡിസ്ട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നതിന് 3 സിസ്റ്റങ്ങളുണ്ട്. ഒന്നാമതായത് ട്രീ സിസ്റ്റം, 2 റിംഗ് മെയിൻ സിസ്റ്റം, 3 ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റം. ട്രീ സിസ്റ്റം, റിംഗ് മെയിൻ സിസ്റ്റം, ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റം. ഇതിൽ ഒന്നാമത് ട്രീ സിസ്റ്റമാണ്. ട്രീ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദി സിസ്റ്റം സ്മാൾ ബ്രാഞ്ചസ് ആർ ടേക്കൺ ഫ്രം ദ മെയിൻ ബ്രാഞ്ച്. ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ടാവും, ഇതാണ് മെയിൻ ബ്രാഞ്ച്, 3 ഫേസിൻ്റെ ആണ്. ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ടാവും, അതിൽ നിന്നും എന്ത് ചെയ്യും, സ്മാൾ ബ്രാഞ്ചസ് ഇങ്ങനെ ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് എടുക്കാം. ഇതിവിടെ വേറൊരു ബ്രാഞ്ച്, ഇത് വേറൊരു ബ്രാഞ്ച്, ഇങ്ങനെ ചെറിയ ബ്രാഞ്ചുകൾ നമ്മൾ എന്ത് ചെയ്യും, ഈ മെയിൻ ബ്രാഞ്ചിൽ നിന്നും എടുക്കും. അപ്പോൾ ഈ കാണുന്നത് ഇങ്ങനെ കാണുമ്പോൾ എന്താണ്, നമുക്കൊരു റിസംബ്ലൻസ് എ ട്രീ, ഒരു ട്രീ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ട്, പിന്നെ എന്ത് ചെയ്യും, പിന്നെ ചില്ലകളായിട്ട് വേറെ സ്മാൾ ബ്രാഞ്ചുകൾ, ചില്ലകൾ. ഒരു ട്രീ നമ്മൾ ഒരു മരത്തിൻ്റെ രീതിയിലാണത് ഉള്ളതെന്നുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ട്രീ സിസ്റ്റം എന്ന് വന്നത്. അപ്പോൾ ഓരോ ബ്രാഞ്ചിലും ഫ്യൂസ് ഇൻസെർട്ടർ, ഓരോ ബ്രാഞ്ചിലും നമ്മൾ എന്ത് ചെയ്യും, ഓരോ ബ്രാഞ്ചിലും ഫ്യൂസുകൾ നമ്മൾ കൊടുത്തിരിക്കും. ഈ സിസ്റ്റം എന്താണ്, യൂസ്ഡ് ഇൻ ഇയർലി ഡേയ്സ്, മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സിസ്റ്റമാണ് ട്രീ സിസ്റ്റം. ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ദി ലെങ്ത് ഓഫ് ദ കേബിൾസ് റിക്വയർഡ് ഫോർ ഇൻസ്റ്റലേഷൻ വിൽ ബിക്കം ലെസ്. നമ്മൾ കേബിളിൻ്റെ ലെങ്ത്ത് വളരെ കുറവ്, ഉപയോഗിക്കുന്ന ലെങ്ത്ത് വളരെ കുറവ് മതി, അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറയും. ഈ സിസ്റ്റം സ്യൂട്ടബിൾ ഫോർ ഹൈ റൈസ് ബിൽഡിങ്ങിലാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ദി വോൾട്ടേജ് അക്രോസ് ആൾ ലാമ്പ് ഡസ് നോട്ട് റിമെയിൻ സെയിം. എല്ലാ ലാമ്പും എന്ന് പറഞ്ഞാൽ തുടക്കത്തിലും അവസാനത്തിലുള്ള ലാമ്പുകളുടെ ഒരേ വോൾട്ടേജ് കിട്ടൂല. അതിൻ്റെ കാരണം ലാമ്പിൻ്റെ ലാസ്റ്റ് ബ്രാഞ്ച് ഈസ് ലീസ്റ്റ് വോൾട്ടേജ്. ലാസ്റ്റ് ബ്രാഞ്ചിൽ നമ്മൾ കൊടുക്കുന്ന ലാമ്പിന് എന്തായിരിക്കും, വോൾട്ടേജ് വളരെ കുറവായിരിക്കും കിട്ടുക. അതിൻ്റെ കാരണം എന്താണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഒറ്റ ബ്രാഞ്ച് മാത്രമേ പോകുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ അവിടെയുള്ളൊക്കെ വോൾട്ടേജ് ഡ്രോപ്പ് കഴിഞ്ഞിട്ടുള്ളതേ അവസാനത്തിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ ലാസ്റ്റ് ബ്രാഞ്ചിലുള്ള വോൾട്ടേജ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ജോയിൻറ്റ്സ് ഇൻ എവരി സർക്യൂട്ട്, ഓരോ സർക്യൂട്ടിലും കുറേ ജോയിൻറ്റുകൾ വരും. അപ്പോൾ തന്നെ ഫ്യൂസ് ആർ സ്കാറ്റേർഡ്, ഫ്യൂസുകൾ ചെതറിക്കിടക്കുക, എവിടേക്കുള്ളത് നമുക്കറിയില്ല, അത്രയും ചെതറിക്കിടക്കും. ഓരോ ബ്രാഞ്ചിലും ഫ്യൂസുകളുള്ളത് കൊണ്ട് ചെതറിക്കിടക്കും. പിന്നെ ഫാൾട്ട് ഫൈൻഡിങ് ഈസ് നോട്ട് ഈസി. അതുകൊണ്ട് തന്നെ ഫാൾട്ട് ഫൈൻഡിങ് ഈസി ആയിട്ട് നമുക്ക് ഫാൾട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് റിംഗ് മെയിൻ സിസ്റ്റമാണ്. റിംഗ് മെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിങ്ങനെ ഒരു റിംഗ് ആയിട്ടായിരിക്കും ഇതിൻ്റെ കാണുന്നത്. എങ്ങനെ ഇത് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ, ഈ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 2 പെയർ ഓഫ് കേബിൾ ഓഫ് സൈസ് 4 or 6 square mm. 4 mm² അല്ലെ 6 mm² ഒരു 2 കേബിള് ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ എന്ത് ചെയ്യും, 2 പെയർ കേബിൾ ഫുള്ളായിട്ട് നമ്മൾ വലിക്കും. ഇത് റൺ ത്രൂ ദ റൂംസ്, ഓരോ റൂമിലും ഇങ്ങനെ 2 കേബിൾ ഇങ്ങനെ വലിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ബോട്ട് ബാക്ക് ടു ദ മെയിൻ. ഇതിങ്ങനെ ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും, തിരിച്ച് ഇങ്ങനെ അങ്ങോട്ട് തന്നെ മെയിനോ അല്ലെങ്കിൽ സബ് ബോർഡിലേക്കോ തിരിച്ച് വരികയും ചെയ്യും. ഒരു റിംഗ് ആയിട്ട് ഇങ്ങനെ 2 വയറുകൾ ഇങ്ങനെ പോകും, എന്നിട്ട് തിരിച്ച് മെയിൻ ബോർഡിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും. ഇങ്ങനെ എന്താണ്
നമ്മളിങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ടാപ്പിംഗ് എടുക്കൽ സോക്കറ്റിലോ അല്ലെങ്കിൽ സീലിംഗ് റോസിലോ വെച്ചിട്ട് ഈ പെയർ ഓഫ് കേബിൾ 2 കേബിൾ നമ്മൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിലെന്ത് ചെയ്യും നമ്മൾ പിന്നെ സോക്കറ്റ് അല്ലെങ്കിൽ സീലിംഗ് റോസ് ഈ 2 സ്ഥലത്തു നിന്ന് നമ്മൾ ടാപ്പിംഗ് ഫ്യൂസ് വഴിയോ അല്ലെങ്കിൽ കൺട്രോളിങ് സ്വിച്ച് വഴിയോ നമ്മൾ ടാപ്പിംഗ് എടുത്തിട്ടാണ് ഇവിടെ ഇത് തുടക്കം. ഇത് ഇവിടെ എന്താണ് ഒരു ടാപ്പിംഗ് ഇവിടെ കൊടുക്കും. ഇവിടെ കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ടാപ്പിംഗ് കൊടുക്കും. പിന്നെ ഇവിടെ കണക്ട് ചെയ്യാൻ അവിടുന്ന് ടാപ്പിംഗ് കൊടുക്കും. ഇവിടെ കണക്ട് ചെയ്യാൻ അവിടുന്ന് ടാപ്പിംഗ്, അങ്ങനെ ടാപ്പിംഗ് കൊടുത്തിട്ടാണത് മുന്നോട്ട് പോണത്. അങ്ങനെ ദർ മേ ബി സേവിങ് ഓഫ് കോപ്പർ. ഇങ്ങനെ ടാപ്പിംഗ് കൊടുത്ത് ആക്കുന്നതുകൊണ്ട് എന്താണ് ഇവിടുന്ന് ഓരോന്നിനും വേറെ വേറെ പോകാത്തതുകൊണ്ട് എന്താണ് കോപ്പർ നമ്മൾ കേബിൾ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ആസ് ദി സിസ്റ്റം റിക്വയർഡ് സ്പെഷ്യൽ സോക്കറ്റ്, ഈ സിസ്റ്റത്തിൽ എന്താണ് സ്പെഷ്യൽ സോക്കറ്റ് അല്ലെങ്കിൽ പ്ലഗ് പിന്നെ ഫ്യൂസുള്ള സ്പെഷ്യൽ സോക്കറ്റും പ്ലഗും ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ ആസ് പെർ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ പ്രകാരം ഈ ഒരു റിംഗ് സർക്യൂട്ടിൽ എന്താണ് 100 സ്ക്വയർ മീറ്ററിൽ ഫ്ലോർ ഏരിയ 100 സ്ക്വയർ മീറ്ററിലെ ഒരു സർക്യൂട്ട് വരാൻ പാടുള്ളൂ. അപ്പോൾ ഈ റൂൾ പ്രകാരം ഒരു റിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ് ഒരു എവരി 100 സ്ക്വയർ മീറ്റർ, ഒരു 100 സ്ക്വയർ മീറ്ററിൽ എന്ത് ചെയ്യണം ഒരു റിംഗ് വരണം. ഇനി നമ്പർ ഓഫ് പവർ പ്ലഗ് ഒരു റിങ്ങിൽ നമ്മൾ പറഞ്ഞു 100 സ്ക്വയർ മീറ്ററിൽ ഒരു റിങ് വരണം. എന്താണ് പവർ പ്ലഗ് 2ലും കൂടാൻ പാടില്ല. ഒരു ബ്രാഞ്ചിൽ ഒരു റിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പവർ പ്ലഗ് 2 പവർ പ്ലഗിലും കൂടാൻ പാടില്ല. അതുപോലെ തന്നെ ടോട്ടൽ കറണ്ട് 30 ആംപിയറിലും കൂടാൻ പാടില്ല. പ്രൊട്ടക്ഷൻ ഫോർ ഇൻഡിവിജ്വൽ പവർ പ്ലഗ് ക്യാൻ ബി പ്രൊവൈഡ് ബൈ ഹാവിങ് ബിൽറ്റ് ഇൻ ഫ്യൂസസ് വിത്ത് ഇൻഡിവിജ്വൽ പവർ പ്ലഗ്. ഓരോ ഇൻഡിവിജ്വൽ പവർ പ്ലഗിനും എന്ത് ചെയ്യണം ഫ്യൂസ്, ഓരോന്നിനും ഫ്യൂസ് കൊടുത്തിരിക്കണം. അതുപോലെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം MCB അല്ലെങ്കിൽ പിന്നെ MCB ടൈപ്പ് സ്വിച്ചോ അല്ലെങ്കിൽ സോക്കറ്റ് അറേഞ്ച്മെൻറ്റോ ഉപയോഗിക്കണം. അപ്പോൾ 100 സ്ക്വയർ മീറ്ററിൽ ഒരു റിങ് വരണം. ആ റിങ്ങിൽ തന്നെ എന്താണ് പിന്നെ പവർ പ്ലഗ് 2ൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. ടോട്ടൽ കറണ്ട് 30 ആംപിയറിൽ കൂടാൻ പാടില്ല. ഇതൊക്കെയാണ് റിംഗ് മെയിൻ സിസ്റ്റത്തിലുള്ളത്. ഇനി മൂന്നാമത്തത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റം. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റമാണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി അഡോപ്റ്റഡ് സിസ്റ്റം. ഇതാണ് കോമൺ ആയിട്ട് അഡോപ്റ്റ് ചെയ്യണ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യുന്ന സിസ്റ്റം ഇതാണ്. ഇതിലെന്താണ് ദി ഫ്യൂസസ് ഓഫ് വാരിയസ് സർക്യൂട്ട് ആർ ഗ്രൂപ്പ് ടുഗദർ ഓൺ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ഫ്യൂസുകൾ മുഴുവനായിട്ടും ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഉണ്ടാവും. അതിനെന്ത് ചെയ്യും ഫ്യൂസുകൾ, ഇവിടെ ഫ്യൂസ് കാണിച്ചിട്ടില്ല, അടുത്ത ചിത്രത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അതിലെന്താണ് ഫ്യൂസുകൾ മുഴുവനായിട്ടും ഈ ബോർഡിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ ബസ് ബാറുകൾ, ഇവിടെ ബസ് ബാറുകളെ കാണിച്ചിട്ടുള്ളൂ. ബസ് ബാറാണ്. ബസ് ബാർ എന്ന് പറഞ്ഞാൽ പിന്നെ ലൈന് കൊടുക്കുന്നത് ഒരു ബസ് ബാറിലേക്കും പിന്നെ ന്യൂട്രൽ കൊടുക്കുന്നത് വേറൊരു ബസ് ബാറിലേക്കും. ഈ ബസ് ബാർ എന്നുള്ളത് ഒരു കോപ്പറിൻ്റെ ഒരു സ്ട്രിപ്പാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു പിന്നെ സ്ക്രൂ ചെയ്തിട്ട് ഇതിലേക്ക് സപ്ലൈ കൊടുക്കുകയും അതിൽ നിന്ന് തന്നെ സപ്ലൈ എടുക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ബസ് ബാറാണ് ഈ മെയിൻ സപ്ലൈ നമ്മൾ കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നത് ബസ് ബാറിലേക്കാണ്. DP സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഡബിൾ പോൾ സ്വിച്ചിൽ നിന്നും എന്ന് പറഞ്ഞാൽ പിന്നെ ഫേസും ന്യൂട്രും വരും. ആ ഡബിൾ പോളിൽ നിന്നും നമ്മൾ കൊടുക്കുന്നത് ഒരു ബസ് ബാറിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സപ്ലൈ മുഴുവനായിട്ട് സ്വിച്ച് ഓഫ് ആക്കണമെങ്കിൽ ഈ DP സ്വിച്ച് ഓഫ് ആക്കിയാൽ മുഴുവൻ സപ്ലൈയും ഓഫ് ആവും. ഫ്യൂസ് ഈസ് ഇൻസേർട്ട് ഇൻ പോസിറ്റീവ് ഓർ ഫേസ് പോൾ ഓഫ് ഈച്ച് സർക്യൂട്ട്. ഇവിടെ കാണിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഫേസിൽ എന്ത് ചെയ്യും ഓരോ സർക്യൂട്ടിലും ഇതിൽ ഫേസിൽ ഓരോന്നിനും ഫ്യൂസ് നമ്മൾ കൊടുത്തിരിക്കും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാകുമ്പോൾ എന്താണ് MCB ആണ്. ഓരോന്നിനും ഓരോ സർക്യൂട്ടിലേക്ക് MCB നമ്മൾ ഫ്യൂസിന് പകരം MCB കൊടുത്തിരിക്കും. അതുപോലെ തന്നെ ഈ ഫിഗർ 4 വേസ് ഓഫ് 4 സർക്യൂട്ട്. എത്ര വേ എന്നുള്ളത് ലിമിറ്റൊന്നുമില്ല. അത് 4 വേ ആണ്. 4 സർക്യൂട്ടിലേക്ക് പോകുന്നതാണ്. 1 2 3 4 സർക്യൂട്ടിലേക്ക് ഒരു ന്യൂട്രൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ്, ഒരു ന്യൂട്രൽ ഒരു ഫേസ്, അങ്ങനെ 4 സർക്യൂട്ടിലേക്ക്. ഇത് 4 വേ ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ്. എത്ര വേയും 12 വേ പിന്നെ 8 വേ 12 വേ അങ്ങനെ എത്ര വേ ഉള്ള സർക്യൂട്ടുകൾ നമുക്ക് ബോർഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ഒരു ചെറിയൊരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണിത്. ഇവിടെ ഫസ്റ്റ് തന്നെ ELCB ആണ്. പിന്നെ ഉള്ളതൊക്കെ MCB ആണ്. ELCBയിലേക്ക് എന്താണ് നമ്മളെ മെയിൻ സ്വിച്ചിൽ നിന്നും സപ്ലൈ വരുന്നത് ഫേസാണ്, ഇത് ന്യൂട്രലാണ്. ഇത് ഫേസ് നമ്മളെന്ത് ചെയ്യും ഫേസ് ഓരോ നോക്കുക ഫേസ് ഈ ചോപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യും ഓരോ പിന്നെ MCBയിലേക്കും ഇൻപുട്ട് നമ്മൾ കൊടുക്കും. പിന്നെ എന്താണ് ഇത് ഇവിടുന്ന് ന്യൂട്രൽ എടുത്തിട്ട് ഇവിടെ നോക്കുക ഇവിടെ പിന്നെ ന്യൂട്രൽ ലിങ്കാണ്. ആ പിന്നെ ബസ് ബാർ ആ ന്യൂട്രൽ ബസ്സിലേക്ക് ഇവിടെ കൊടുക്കും. അതുപോലെ തന്നെ ഇത് എർത്താണ്, എർത്ത് ഇവിടേക്കാണ് കൊടുക്കുക. അപ്പോൾ എന്താണ് നമ്മൾ ഓരോ സർക്യൂട്ടിനെയും
ഓരോ സർക്യൂട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ ഔട്ടാണ്. ഇതൊന്നാമത്തെ MCB ആണ്, അതിൻ്റെ ഔട്ട് ഇവിടെ നോക്കുക. ഇവിടെ പിന്നെ ഫേസ് ഫ്യൂസിലൂടെ അതാണ് ഇപ്പോൾ MCB ആണ് കൊടുക്കുക. MCBയിലൂടെ ഫേസ് വന്നു. ന്യൂട്രൽ നമ്മൾ ഇവിടുന്ന് എടുത്ത് കൊടുക്കും. അതുപോലെ തന്നെ പിന്നെ ആ സർക്യൂട്ടിലേക്കുള്ള എർത്ത് ഇവിടുന്ന് എടുത്തോട് കൊടുക്കും. ഇനി അടുത്തൊരു സർക്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്നായിരിക്കും ഫേസ് കൊടുക്കുക. ന്യൂട്രൽ ഇവിടുന്ന് തന്നെ, അതുപോലെ തന്നെ എർത്ത് ഇവിടുന്ന് കൊടുക്കും. അങ്ങനെ എത്ര സർക്യൂട്ട് ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ ഫ്യൂസുകൾ അല്ലെങ്കിൽ MCBകൾ കൊടുക്കും. ഇതാണ് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ തന്നെ പിന്നെ നമ്മൾ ലാർജ് ബിൽഡിംഗ് ആണെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഒറ്റ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് മതിയാവില്ല. അപ്പോൾ ഒരു മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡും കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും, സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡുകളും നമ്മൾ കൊടുക്കും. ഇവിടെ പിന്നെ ഇവിടെ നോക്കുക, നമ്മളിതൊരു ടിപ്പിക്കൽ ഹൗസ് വയറിംഗ് സിസ്റ്റമാണ്. നമ്മളെ വീട് വയർ ചെയ്യുന്ന ചെറിയൊരു സിസ്റ്റം. ഇവിടെ പിന്നെ ഈ KCBൻ്റെ ലൈനിൽ നിന്നും നമ്മൾ പിന്നെ ലൈൻ വലിച്ചിട്ട് ഫേസിൽ ഒരു കട്ടൗട്ട് ഫ്യൂസ് കൊടുക്കും. ഇവിടെ ന്യൂട്രലാണെങ്കിൽ ന്യൂട്രൽ ലിങ്ക് കൊടുത്തിട്ട് നേരെ പോകുന്നത് എടുക്കായിരിക്കും മീറ്റർ ബോർഡിലേക്കാണ്, എനർജി മീറ്ററിൻ്റെ ബോർഡിലേക്കാണ്. എനർജി മീറ്ററിൽ ഫേസ് ഏറ്റവും ഇടത്തെ ഭാഗത്ത് ഫേസും പിന്നെ ന്യൂട്രൽ, പിന്നെയും ന്യൂട്രൽ, പിന്നെ ഫേസ്. ഇതിൻ്റെ കണക്ഷൻ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഇത് എനർജി മീറ്ററാണ്. എനർജി മീറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ ഫേസും ന്യൂട്രലും കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, മെയിൻ സ്വിച്ചിലേക്ക്. മെയിൻ സ്വിച്ച് ഇത് രണ്ടും പുറത്തായിരിക്കും ഉണ്ടാകുക അല്ലേ, നമ്മൾ പുറത്തായിരിക്കും ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടാകുക. പിന്നെ അവിടുന്ന് ഫേസും ന്യൂട്രൽ എടുത്തിട്ട് ഇതാണ് ഇത് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ് ഓരോ ഇതിൽ നിന്നും പോകുന്ന ഓരോ സർക്യൂട്ടിലും എന്ത് ചെയ്യും, ഫ്യൂസുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്ന് നമ്മൾ ഓരോന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യും, സബ് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ഇത് ഉദാഹരണത്തിന് ഇത് ഒന്നാമത്തെ നിലയാണ് അല്ലേ, ഇത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ ഇത് ഒന്നാമത്തെ നിലയിലേക്കുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ്. അതിനാണ് നമ്മൾ സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ഇത് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ്. ഇത് സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ്. അവിടെ നിന്നും ഇതേപോലെ തന്നെ എത്ര സർക്യൂട്ട് ഉണ്ടോ അല്ലേ, മുകളിലെ നിലയിൽ 2 റൂമുണ്ടെങ്കിൽ ആ 2 റൂമിലേക്കും നമ്മൾ 2 സർക്യൂട്ട് പോകും. ആ സർക്യൂട്ടിലേക്കും ഓരോന്നിലും എന്ത് ചെയ്യും, ഫ്യൂസ് അല്ലെങ്കിൽ MCB കൊടുത്തിരിക്കും. ഇങ്ങനെ സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഉണ്ടാവും. ഇനി അടുത്ത മൂന്നാമത്തെ നില ഉണ്ടെങ്കിൽ വേറൊന്ന്. അങ്ങനെ എത്രണ്ണമായിട്ട് വിഭജിക്കണമെങ്കിലും നമുക്ക് എന്ത് അനുസരിച്ചാണ് വിഭജിക്കുക എന്നുള്ളതൊക്കെ അടുത്ത ക്ലാസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇത് കോപ്പർ സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് കുറേ ദൂരം ഉണ്ടായിട്ട് അല്ലേ, ഇവിടുന്ന് തന്നെയാണ് രണ്ടാമത്തെ നിലയിലേക്കും പോകണമെങ്കിൽ എന്ത് ചെയ്യും, വയറിൻ്റെ നീളം കൂടും. നീളം കൂടുമ്പോൾ എന്താണ്, വോൾട്ടേജ് ഡ്രോപ്പ് കൂടും. അത് കുറക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ കൺട്രോൾസ് സർക്യൂട്ട് ഈച്ച് സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ഈ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്നും നമുക്ക് ഓരോ സബ് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റമാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം. ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഫാൾട്ട് ഫൈൻഡിങ് വെരി ഈസിയാണ്. കാരണം എന്താണ്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ അടുക്കളയിലേക്ക് ഒരു MCB ആണ്. ആ MCB ട്രിപ്പായാൽ ഏത് MCB ആണ് അല്ലേ, നമ്മുടെ റൂമിലേക്ക് വേറൊരു MCB, അങ്ങനെ ഏത് MCB ആണോ ട്രിപ്പായത് അവിടെയാണ് ഫാൾട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ വോൾട്ടേജ് അവൈലബിൾ അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് ദ സർക്യൂട്ട് വിൽ ബി സെയിം. ഓരോ ഡിഫറെൻറ്റ് പോയിന്റിലും വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുപോലെ തന്നെ റിന്യൂവൽ ഓർ എക്സ്റ്റൻഷൻ ഓഫ് സർക്യൂട്ട് ഈസ്, ഈ പുതുക്കി പണിയാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കണമെങ്കിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഗുഡ് അപ്പിയറൻസ് ആണ്, കാണാൻ വളരെ ഭംഗിയാണ്. ഡിസഡ്വാൻറ്റേജ്, കേബിളിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടും. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ എറക്ഷൻ കോസ്റ്റ് കൂടും. ഇനീഷ്യൽ കോസ്റ്റ് കുറച്ച് അധികമായിരിക്കും. ഇതുള്ളതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ പിന്നെ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റം. ഇനി അടുത്ത മെത്തേഡ് ഓഫ് വയറിങ്. ഇങ്ങനെ നമ്മൾ ഓരോ റൂമിലേക്കൊക്കെ പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്തു, അവിടെ നിന്ന് വയറിങ് ചെയ്യുമ്പോൾ അല്ലേ, അതിൻ്റെ ഉള്ളിൽ വയറിങ് ചെയ്യണം. അങ്ങനെ വയറിങ് ചെയ്യുമ്പോൾ 2 മെത്തേഡുകളാണ്. ഒന്ന് ജോയിൻറ്റ് ബോക്സ് ഓർ T സിസ്റ്റം. ട്രീ അല്ല, T സിസ്റ്റമാണ്. ജോയിൻറ്റ് ബോക്സ് ഓർ T സിസ്റ്റം അല്ലെങ്കിൽ ലൂപ്പിൻ സിസ്റ്റം. അങ്ങനെ 2 എണ്ണമാണ്. ഈ ജോയിൻറ്റ് ബോക്സ് സിസ്റ്റത്തിൽ, ഈ സിസ്റ്റത്തിൽ കണക്ഷൻ ടു ദ ലാമ്പ് ഓർ സ്വിച്ച് ആർ മെയ്ഡ് ത്രൂ ജോയിൻറ്റ് ബോക്സ് ബൈ മീൻസ് ഓഫ് സ്യൂട്ടബിൾ കണക്ടർ ഓർ ജോയിൻറ്റ് കട്ടൗട്ട്. ഈ സിസ്റ്റത്തിൽ ലാമ്പിലേക്ക് അതുപോലെ തന്നെ സ്വിച്ചിലേക്കൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു ജോയിൻറ്റ് കൊടുത്തിട്ട്, ആ ജോയിൻറ്റിന് എന്ത് ചെയ്യും, ഒരു കണക്ടറോ അല്ലെങ്കിൽ ജോയിൻറ്റ് കട്ടൗട്ടോ കൊടുത്തിട്ട് ഒരു ജോയിൻറ്റ് ഉണ്ടാകും. ആ ജോയിൻറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ലാമ്പിലേക്ക് ഇവിടെ നോക്കുക, ന്യൂട്രൽ ജോയിൻറ്റ് കൊടുത്തു, ആ ജോയിൻറ്റ് കണക്ടറോ അല്ലെങ്കിൽ കട്ടൗട്ടോ കൊടുത്തിട്ട് അവിടെ നിന്നായിരിക്കും എന്ത് ചെയ്യുക,
ലാമ്പിലേക്കും കൊടുക്കുക. ഇങ്ങനെ ജോയിൻറ്റ് ലാമ്പ് ഇങ്ങനെ കൊടുക്കും. അതിനുകൊണ്ടാണ് ഓരോ ജോയിൻറ്റ് ബോക്സോ അല്ലെങ്കിൽ ജോയിൻറ്റ് കട്ടൗട്ടോ ജോയിൻറ്റ് കണക്റ്റോ കൊടുത്തിട്ട്, അതുകൊണ്ടാണ് ജോയിൻറ്റ് ബോക്സ് സിസ്റ്റം ഇതിന് പറയാൻ കാരണം. ഈ സിസ്റ്റത്തിൽ എന്താണ് പിന്നെ നമുക്ക് കേബിള് സേവ് ചെയ്യാൻ പറ്റും, വയറിൻ്റെ അളവ് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ പക്ഷേ അതിന് വിപരീതമായിട്ട് എന്താണ് ജോയിൻറ്റ് ബോക്സിന് എക്സ്ട്രാ പൈസ വേണ്ടി വരും. അതുപോലെ തന്നെ ഈ സിസ്റ്റം ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. നിലവിൽ ഉപയോഗിക്കുന്നത് ടെമ്പററി ഇൻസ്റ്റലേഷന് മാത്രമാണ്. എന്താണ് ടെമ്പററി ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ഉണ്ടാക്കുന്ന സിസ്റ്റത്തിന് മാത്രമാണ് നമ്മൾ ഈ സിസ്റ്റം ജോയിൻറ്റ് ബോക്സ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം ലൂപ്പിൻ സിസ്റ്റമാണ്. അപ്പോൾ മെത്തേഡ് ഓഫ് വയറിംഗ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സിസ്റ്റം ലൂപ്പിൻ സിസ്റ്റമാണ്. എന്താണ് ലൂപ്പിൻ സിസ്റ്റം? ഈ സിസ്റ്റം യൂണിവേഴ്സലി എംപ്ലോയ്ഡ് ഫോർ കണക്ഷൻ ഓഫ് വേരിയസ് ലാമ്പ് ഓർ അതർ അപ്ലയൻസ് ഇൻ പാരലായിട്ട് നമ്മൾ വീട് വയറിംഗ് ചെയ്തൊക്കെ പാരലൽ കണക്ഷനാണ് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. അപ്പോൾ പാരലായിട്ട് ലാമ്പുകളോ അല്ലെങ്കിൽ പിന്നെ അപ്ലയൻസസുകളോ ഒക്കെ കൊടുക്കാനും വേണ്ടി നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ലൂപ്പിൻ സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ ഒരു കണക്ഷൻ നമുക്ക് ആവശ്യമായി വന്നാൽ അത് ലൈറ്റിലേക്കോ അല്ലെങ്കിൽ സ്വിച്ചിലേക്കോ ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇവിടേക്ക് ലൂപ്പ് ചെയ്യും. ഈ ഡയറക്റ്റ് ടെർമിനലിൽ നിന്നും നമ്മൾ ഈ ടെർമിനലിലേക്ക് ലൂപ്പ് ചെയ്യും. എന്നിട്ട് ചെയ്യും ദെൻ ക്യാരിങ് ഇറ്റ് ഫോർവേഡ് ദ നെക്സ്റ്റ് പോയിന്റ്. ഇവിടെ നോക്കുക, ഈ സ്വിച്ചിലേക്ക് നമുക്ക് ഫേസ് വേണം. ആ ഫേസ് എന്ത് ചെയ്യും, ഫേസ് ഇങ്ങനെ പോണ ഫേസ് നമ്മൾ എന്ത് ചെയ്യും, ഈ സ്വിച്ചിലേക്ക് ലൂപ്പ് കൊടുക്കും. എന്നിട്ട് എന്താണ് അടുത്ത സ്വിച്ചിലേക്ക് കൊടുക്കുന്നത്, ഈ സ്വിച്ചിൽ നിന്നും എന്ത് ചെയ്യും, ഈ സ്വിച്ചിൽ നിന്നും അടുത്ത സ്വിച്ചിലേക്ക് കൊടുക്കും. ഇനി വേറെ സ്വിച്ചിലേക്ക് ഈ സ്വിച്ചിൽ നിന്നും ലൂപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ലൂപ്പിംഗ് ആണ്. അതുപോലെ തന്നെ ന്യൂട്രൽ നോക്കുക, ന്യൂട്രൽ പോയിന്റ് നമ്മൾ ലാമ്പിലേക്ക് വേണം. പിന്നെ ലാമ്പിൽ നിന്ന് തന്നെ അടുത്തത് ലൂപ്പ് ചെയ്തിട്ട് അടുത്ത ലാമ്പിലേക്ക്. ഇനി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ സീരീസ് ഓഫ് ലൂപ്പ് നമ്മൾ കൊടുത്തെന്താണ് ഈ സ്വിച്ചോ അല്ലെ ലൈറ്റുകളൊക്കെ കൊടുത്തത് എന്താണ് ഓരോ ലൂപ്പ് ചെയ്തിട്ട് സീരീസ് ഓഫ് ലൂപ്പാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അടുത്ത ലൂപ്പിലേക്ക് ലൂപ്പ് ചെയ്യും, അടുത്ത പോയിന്റിലേക്ക് പിന്നെ ലൂപ്പ് ചെയ്യും. ഇങ്ങനെ സീരീസ് ഓഫ് ലൂപ്പാണ് ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക്, അതുപോലെ പിന്നെ അടുത്ത പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക്, അങ്ങനെ ലാസ്റ്റ് പോയിന്റ് വരെ എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ സീരീസ് ഓഫ് ലൂപ്പാണ്. അതുകൊണ്ടാണ് ലൂപ്പ് സിസ്റ്റം എന്ന് പേര് പറയാൻ കാരണം. പിന്നെ ഈ ഫേസ് കണ്ടക്ടർ ലൂപ്പ് ചെയ്യുക ഒന്നുകിൽ സ്വിച്ചിൽ നിന്നോ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ ബോക്സിൽ നിന്നോ ആണ് നമ്മൾ ഫേസ് കണ്ടക്ടർ ലൂപ്പിംഗ് സിസ്റ്റത്തിൽ ഫേസ് നമ്മൾ ലൂപ്പ് ചെയ്യുക. ഒന്നുകിൽ സ്വിച്ച് ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ ബോക്സിൽ നിന്നോ ആണ് ലൂപ്പ് ചെയ്യുക. എന്നാൽ ന്യൂട്രൽ വയർ നമ്മൾ ലൂപ്പ് ചെയ്യുക ഒന്നുകിൽ സ്വിച്ച് ബോർഡിൽ നിന്ന് ലൂപ്പ് ചെയ്യും, അല്ലെങ്കിൽ ലൈറ്റോ അല്ലെങ്കിൽ ഫാനിൻ്റെയോ പോയിന്റിൽ നിന്നും നമ്മൾ ലൂപ്പ് ചെയ്യും. ഇവിടെ ലൈറ്റോ അല്ലെങ്കിൽ ഫാനിൻ്റെയോ പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, ന്യൂട്രൽ ലൂപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്വിച്ച് ബോർഡിൽ നിന്നും ന്യൂട്രൽ ലൂപ്പ് ചെയ്യാം. എന്നാൽ ഫേസ് ലൂപ്പ് ചെയ്യുക ഒന്നുകിൽ എന്ത് ചെയ്യണോ സ്വിച്ച് ബോർഡിൽ നിന്ന് അല്ലെങ്കിൽ ബോക്സിൽ നിന്നോ ആണ് ലൂപ്പ് ചെയ്യുക. ഇതിൻ്റെ എന്താണ് അപ്പോൾ നമ്മളൊന്ന് പിന്നെ ചർച്ച ചെയ്ത കാര്യങ്ങൾ, ഒന്ന് സിസ്റ്റം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി. അതിൽ 3 സിസ്റ്റം: ട്രീ സിസ്റ്റം, റിംഗ് മെയിൻ സിസ്റ്റം, ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റം. ഏറ്റവും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് മെത്തേഡ് ഓഫ് വയറിംഗ് നമ്മൾ പറഞ്ഞു, ജോയിൻറ്റ് ബോക്സ് ഓർ ടി സിസ്റ്റം അല്ലെങ്കിൽ ലൂപ്പിൻ സിസ്റ്റം. ഇതിൽ ലൂപ്പിൻ സിസ്റ്റമാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം, ലൂപ്പിൻ സിസ്റ്റമാണ്. അപ്പോൾ ഇത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ലാസ്സാണ്. ഈ ക്ലാസ് കേട്ട് മനസ്സിലാക്കി നമ്മുടെ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ വയറിംഗ് മെത്തേഡും നമ്മൾ ഏത് രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്നും മുമ്പുണ്ടായിരുന്ന രീതിയും നമ്മൾ മനസ്സിലാക്കണം, നിർബന്ധമായിട്ടും അറിയേണ്ടതാണ്. അടുത്ത പിന്നെ ലെസൺ ജനറൽ റൂൾസ് ഫോർ വയറിംഗ്. വയറിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്, അതിനെപ്പറ്റിയാണ് വയറിംഗ്. ഒരു ഇലക്ട്രീഷ്യൻ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഈ റൂൾസുകൾ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സർക്യൂട്ടുകൾ ഇപ്പോൾ എന്താണ് നമ്മളൊരു 2, 3, 4 ഒക്കെ സർക്യൂട്ടാക്കി മാറ്റണമെങ്കിൽ അതിൻ്റെ എന്താണ് ആ റൂള്, അങ്ങനെ കുറേയൊക്കെ റൂളുകൾ, ജനറൽ റൂൾസ് ഫോർ വയറിംഗ് ആണ് അടുത്ത ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും കേട്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.